യുവർ ചാനലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാജ മുഖലേപത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസമായി. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ ഫെയർനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ, കുരുക്കുകൾ, അതുപോലെ തന്നെ കരിമങ്കലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാൻ വേണ്ടി വളരെ നല്ലതാണ്. പിന്നെ അത്ര വലിയ വിലയൊന്നുമില്ല, 100 രൂപയുണ്ടോ. പിന്നെ നമുക്കിത് ഒരു മാസം ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാനിവിടെ കാജ മുഖലേപം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും 100 രൂപയാണ് കേട്ടോ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്നത് രക്തചന്ദനമാണ്. അപ്പോൾ ഇതെങ്ങനെയോ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പാക്കിങ്ങൊക്കെ സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അവളുടെ നന്നായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആകെ ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ലാസ്റ്റ് വരെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കുരുക്കുകളൊക്കെ സിമ്പിളായിട്ട് പോവും. അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഉള്ളവർക്ക് പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ നല്ല കളർ വെക്കാനും മുഖത്തുള്ള കുരുക്കൾ പോകാനും അതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സ് വന്ന പാട്, കരിമങ്കില്ലി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ല, അങ്ങനത്തെ ഒക്കെ പോയി. അപ്പോൾ അത് ഇന്ന് ലാസ്റ്റിലാണ്, എന്താ പറയുക, അതുകൂടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു പാക്കും കൂടെ വാങ്ങിക്കണം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ അതിന് എന്തൊക്കെ റിസൾട്ട് എനിക്ക് കിട്ടിയെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇത് എപ്പോഴും മിക്സ് ചെയ്യാറ് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് കേട്ടോ. അതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓയിലി സ്കിൻ ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ട് ഉപയോഗിക്കുന്നത് പാലിലാണ് കേട്ടോ, കാച്ചാത്ത പാലിൽ. ഓക്കെ, പിന്നെ ഇത്രയും കൂടെ ഉള്ളൂ. ഏകദേശം ഒരു സ്പൂണൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിട്ട് കൊടുക്കാം, കംപ്ലീറ്റ് അങ്ങോട്ട് കഴിയട്ടെ അങ്ങോട്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. തയ്യാറാക്കാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് അത് ഫേസിലിടണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഖലേപം നമുക്ക് എന്ത് ചെയ്യാം, മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണേ. നല്ല തണുപ്പാണ് കേട്ടോ, ചന്ദനം ആയതുകൊണ്ടാണ്. നല്ല എന്താ പറയുക, നല്ലൊരു സുഖമാണ് മൊത്തത്തിൽ. നീറ്റലോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഏകദേശം ഒന്ന് ഇച്ചിരി വലിയ നമുക്ക് തോന്നില്ല, അതായത് ചില ഭാഗത്തൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ പൊടി പോലെ വരില്ലേ, അപ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇച്ചിരി കട്ടിയിൽ ഇട്ട് കൊടുക്കുക, അതൊക്കെയാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ശരിക്കും ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മസാജ് ചെയ്യാം. അതായത് ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഏകദേശം ഇവിടെ ഒക്കെ ഇങ്ങനെ വലിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചെറുതായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിക്കളയാം. ഓക്കെ, ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ സംസാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലേ, അതുകൊണ്ട് ഞാൻ സംസാരിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ വേഗം പോയി കഴുകിയിട്ട് ഓടി വരാം. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് മുഖം നന്നായി മസാജ് ചെയ്തിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് മുഖത്തൊരു ഈർപ്പം നിലനിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ നല്ലൊരു മിനുസൊക്കെയാണ് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ ചെറിയൊരു റിസൾട്ടൊക്കെയാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ച് വരും തോറും നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കുരുക്കളൊക്കെ പോയി കുറച്ച് കളറൊക്കെ വന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, കളറൊക്കെ ശരിക്കും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇഷ്ടമായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.